വാണമുട്ടല്ല എങ്ങോട്ടാണ് ഓടുന്നത്? അവൻ വന്നിട്ടുണ്ട്. തള്ളയുടെ മുമ്പിൽ ചെന്നിട്ട് പേച്ച് വെച്ചിട്ട് പറഞ്ഞില്ലേ പേച്ചണ്ടേ? പേച്ചണം പേച്ചണം. എവിടെ? അവിടെയാ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എത്തില്ലല്ലോ. വരുന്നുണ്ട്. എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല, വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് മുഷിഞ്ഞപ്പോ നിന്റെ അമ്മയ്ക്കൊന്ന് സുഖവസിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ആശുപത്രിയിൽ മുറിയുണ്ട്, അവിടെ കിടന്ന് സുഖവസിക്കാമെന്ന്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാ. കിടന്ന് സഹിക്കുമല്ലയോ. വന്നിരിക്കുന്നൊരു ക്ഷേമാന്വേഷകൻ നിന്ന് തലയുറ്റി വീണപ്പോ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ അവിടെ ആരുമില്ല. അതിലെ വേപ്പ് വെറുതെ ഒന്ന് കയറിയതുകൊണ്ട് എന്റെ കണ്ടിപ്പെട്ടു. അല്ലെങ്കിൽ തെക്കേപ്പറമ്പിലെ മാവ് മുറിക്കാൻ ഞാൻ രാജപ്പിന് ആളെ വിടേണ്ടി വരുമായിരുന്നു. അതിന് ഞാൻ തന്നെ വേണം. എന്ത് എന്റെ പെങ്ങളായി പോയില്ലേ? എന്തൊക്കെയായി പറയണേ? എവിടായിരുന്നു മോനെ നീ ഇതുവരെ? അറിഞ്ഞില്ലേ? കാന്താരിപ്പൂങ്കുട്ടിയുടെ പുരയില് ഇന്നലെ നല്ല ഓളം കേട്ടത്. ഓളം കയറാൻ അവളുടെ പുര എന്താ വെള്ളം കയറിയോ? ഇറങ്ങിപ്പോയോ? പോയോ? നാട് മുഴുവൻ പാട്ടായ കാര്യങ്ങൾ അവന്റെ വായിന്ന് വീണെന്നേ ഉള്ളൂ. അതിന് നീ എന്തിനാ അവന്റെ വേക്കിട്ട് കയറുന്ന? പകല് മുഴുവൻ പൊതുജന സേവയുടെ പഞ്ചാരി മേളം, രാത്രി പാട്ടും പഞ്ചാരടിയും ആ പെണ്ണിന്റെ പുരയിലും. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ദേവകി. തൊഴുത്തിക്കെട്ടിയ കണ്ണ് കൊടുക്കുന്ന പുല്ലേ തിന്നും, അലയാൻ വിട്ട കണ്ണ് ഏതനവരാതി പുല്ലും തിന്നും. ഇവൻ ഇങ്ങനെ ആക്കിയത് അവന്റെ തന്റെ ഒറ്റ ചത്ത് മേളിക്കുന്നത് കൃഷ്ണ. പിന്നെ ഡൽഹിയിലോ പഞ്ചാബിലോ മറ്റോ എന്തോ പഠിക്കാൻ പോയി എന്ന് പറയുന്നു. അത് എന്റെ ചെലവ്. ചെലവാക്കിയ പണത്തിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വിഴുങ്ങുന്നുണ്ടല്ലോ. പോരെങ്കിൽ പറ, മൊത്തം ഹെട്ടനെ തന്നേക്കാം. അങ്ങനെ തന്നാ തീരുന്ന കടമാണോ പാർത്ഥായത്? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. എനിക്ക് പോയിട്ട് ഇച്ചിരി പണിയുണ്ട്. നിങ്ങൾ അമ്മയായി മോനായി മോനെ, അമ്മാവൻ പറയുന്ന ഒന്നും നീ കാര്യാക്കണ്ട. ആര് കാര്യാക്കുന്നമ്മേ? ഇന്നും ഒന്നിലോ കേൾക്കാൻ തുടങ്ങിയതല്ലോ. എന്നാലും നാട്ടുകാരെ കൊണ്ട് പറയിക്കണം മോനെ. പൂങ്കൊടിക്ക് നീ ആരെന്ന് അമ്മയ്ക്കറിയില്ലേ? നിന്റെ അച്ഛന്റെ കാരുണ്യം കൊണ്ടാ ആരോരും ഇല്ലാത്ത അവൾ ആ കുടിയിൽ കഴിയുന്നത്. ജന്മം കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അവളും എനിക്ക് മോളാ. എന്താ സുലൈമാനേത്? ഇതുവരെ ഓട്ടോ ഒന്നും തടഞ്ഞില്ലേ? ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം വന്ന് ഞാൻ പ്രഭാകരനെ വിട്ടു. എനിക്കൊന്ന് ആശുപത്രി വരെ പോകണം. ഉമ്മ പെറ്റി. എന്റെ ഉമ്മയല്ല, ബാപ്പാന്റെ 4ാമത്തെ കെട്ടില് എന്റെ 3ാമത്തെ ഉമ്മയുടെ 5ാമത്തെ പ്രസവം. ചെയ്യാൻ എന്താ ശരി? സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നാ വരുന്നേ. മാഷ് പറഞ്ഞു വിട്ടതാ. 6ാം ക്ലാസ്സിലെ മലയാളം മാഷ് ദൈവ പാർത്ഥം വന്നൊന്ന് ക്ലാസ് എടുക്കണം. ഇന്ന് ചിലപ്പോ പരിശോധനയ്ക്ക് ആള് വരും. കുട്ടികൾ വെറുതെ ഇരിക്കുന്ന കണ്ടാ കുഴപ്പമല്ലേ? പാർത്ഥന്റെ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് ഭയങ്കര മതിപ്പാ. മലയാളോ? എന്റെ വിഷയം ചരിത്രമല്ലേ? ഓ, ചരിത്രം പഠിപ്പിക്കുന്ന ആൾക്ക് മലയാളം ഒരു വിഷയമാണോ? ഒന്ന് ചെല്ലു വാർത്ത. വെയിലത്ത് തലങ്ങുമിലങ്ങും നടക്കാതെ 10 ചക്രം കിട്ടുന്ന കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആശാൻ വിട്ടോ. രാഘവേട്ട, ഇതൊന്നും സുലൈമാന്റെ കൈ കൊടുത്തേക്കണേ. അല്ല രാഘവേട്ട, ഈ വേഷത്തിൽ എങ്ങനെയാ സ്കൂളിലേക്ക് ഒരു മുണ്ട്? ഓ, അത് സാരമില്ല. രാഘവേട്ടനത് സാരമില്ല, പക്ഷെ എനിക്കത് സാരമുണ്ടേ. വെണ്ണകെട്ട കള്ളൻ, ഗോപികമാരുടെ വസ്ത്രം കവർന്നെടുത്ത കള്ളക്കണ്ണൻ, പ്രിയസഖി രാധയുടെ ഹൃദയം കവർന്നെടുത്ത കാമുകനായ കണ്ണൻ. ഇങ്ങനെ പറഞ്ഞു തഴപ്പിച്ച വാക്കുകളല്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല കൃഷ്ണൻ. കറകളഞ്ഞൊരു വിപ്ലവകാരിയായിരുന്നു കൃഷ്ണൻ. സാമൂഹ്യ സമത്വത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ആദ്യം പറഞ്ഞത് ആരാ? കൃഷ്ണൻ. അവനവന്റെ മണ്ണ് അവനവൻ തന്നെ പിടിച്ചെടുക്കണമെന്ന് പാണ്ഡവരെ ഉപദേശിച്ചതാരാ? 100% ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കൃഷ്ണൻ. അർജുൻ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൃഷ്ണൻ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഈ കൊപ്രാപുരക്ക് കരുണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ കൃഷ്ണപുര ഗ്രാമത്തിന്റെ ഉൾക്കുറിപ്പുകൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിങ്ങളിൽ ഒരുവനായി കർമ്മനിരതനായി കഴിയുന്ന ഫൽഗുനം തമ്പിയുടെ ഏക മകൾ സത്യഭാമ. ആദതായി എന്ന് ഉപദേശിച്ച കൃഷ്ണൻ 6 തരം ഉപദ്രവകാരികളെ മുഖം നോക്കാതെ കൊന്നൊടുക്കാനാണ് പറഞ്ഞത്. ദുർഭരണം നടത്തുന്നവരെ, ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ രാജ്യത്ത് നിന്ന് കാണുന്ന എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോരോ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും ഇന്നും എന്നും പ്രശസ്തനായ വിപ്ലവകാരി കൃഷ്ണൻ തന്നെയാണ്. ഇന്ന് അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് തന്നെ കാര്യം. അല്ല കരുണന്റെ കീഴടക്കി ഒരു ചെമ്പനീർ പൂവിന്റെ സൗരഭ്യം പടർത്തി കൃഷ്ണപുര ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഫൽഗുനം തമ്പിയുടെ മകൾ കുമാരി സത്യഭാമയ്ക്ക് വർണ്ണോഷ്മമായ വരവേൽപ്പ് സ്വീകരിക്കണമെന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും. ആർക്കാണ് ഇവിടെ സ്വീകരണം?
വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഖല കീഴടക്കി പോലും ആ കള്ളത്തമ്പിയുടെ കാശിന്റെ ബലത്തിൽ എവിടെയോ വക്കീൽ പരീക്ഷ പാസ്സായി വന്നൊരു തീറപ്പെണ്ണ്. പാർത്ത വേണ്ട, തമ്പി അങ്ങൊന്നിന്റെ അടുത്ത് കളി വേണ്ട. ഇനി അങ്ങോട്ട് അങ്ങൊന്നും വെറും തമ്പിയല്ല, വലുതാ വക്കീലിന്റെ അച്ഛൻ തമ്പിയാ. അച്ഛൻ തമ്പിയുടെ അച്ചിങ്ങ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിവരം കേട്ടവന്റെ ഗീർവാണം കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നീ ചോദിക്കുകയാണ്. സ്വീകരണം കൊടുക്കാൻ അവളാരാ? ഈ ശ്രീകൃഷ്ണപുരത്തെ ഝാൻസി റാണിയോ? കണ്ണേറ്റിങ്കരയിലെ കുഞ്ഞേട്ടൻ കൊളംബോയിൽ നിന്നും കുഞ്ഞുങ്ങളുമായി കപ്പലിൽ മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ ആരെങ്കിലും സ്വീകരണം കൊടുത്തോ? മാതൃഭൂമിക്ക് വേണ്ടി പോരാടി ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി കാർഗിലിൽ നിന്ന് തിരിച്ചെത്തിയ വീരജവാൻ കറിയാച്ച് നമ്മുടെ നാട് എന്ത് സ്വീകരണമാണ് നൽകിയത്? 1000 പാവങ്ങൾക്ക് സക്കാത്ത് നൽകി ഹജ്ജിന് പോയി തിരിച്ചെത്തിയ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർക്ക് ഇവിടെ ആരും സ്വീകരണം നൽകിയില്ല. പിന്നെയാണ് അറുത്ത കൈക്ക് ഉപ്പ് പോലും കൊടുക്കാത്ത കള്ളത്തമ്പിയുടെ മകൾ കാൺപൂര് പോയി പരീക്ഷ പാസ്സായി വന്നതിന് സ്വീകരണം. എടുത്തുകൊണ്ട് പോണം മൈക്കും കോപ്പും. പ്രിയമുള്ള സഹാക്കളെ, നമ്മുടെ നാടിന്റെ കൊപ്രാപ്പുരയ്ക്കൽ കോന്തം കരണ അവന്റെ കടവാ നോക്കി ഒന്ന് പൊട്ടിക്കരുതായിരുന്നു അപ്പൊ തന്നെ. അയ്യോ, ഞാനത് വിട്ടുപോയി, ഓർമ്മിപ്പിച്ചത് നന്നായി. നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിച്ചില്ലോ അവൻ എന്നെ. അവൻ എന്താ വിളിച്ചു പറഞ്ഞത്? ചെണ്ട കെട്ടി വരവറിയിക്കാൻ അവളത് ഝാൻസി റാണിയാണെന്ന്. അവള് ഝാൻസി റാണി തന്നെയാ, കൃഷ്ണപുരത്തെ ഝാൻസി റാണി. ഒന്ന് വിളംബരം ചെയ്തപ്പോ അവന് കൊണ്ടെങ്കിൽ വരവേൽപ്പ് കാണുമ്പോ ഇല്ലെങ്കിൽ നമ്മ ഞെട്ടിക്കും. കൃഷ്ണപുരം ഗ്രാമത്തെ പുളകം കൊള്ളിക്കുന്ന വരവേൽപ്പായിരിക്കണം. എടാ, വക്കീൽ പരീക്ഷ ഒന്നിറങ്ങി പാസ്സായിട്ട് അവള് വരുന്നത്. സെയിം ടു യു. 4 ആളെ വിളിച്ചറിയിക്കുന്നത് നമുക്ക് അഭിമാനമല്ലേ? അത് പിന്നെ പറയണോ? നമുക്ക് പൊളിച്ചടുക്കാം മുതലാളി. നമ്മൾ എവിടെയാ നിർത്തിയത്? ഝാൻസി റാണി. ഝാൻസി റാണി എഴുത. മുതലാളി, ഈ ഝാൻസി റാണിക്ക് പൂച്ചയുടെ ഇച്ഛയാണോ അതോ കൂജയുടെ ഇച്ഛയാണോ? ഓച്ചൻ കർണന്റെ ഇച്ഛ. എടാ ഗോപ്പയെ സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ. അങ്ങനെ പറ, എന്നാൽ എനിക്ക് മനസ്സിലാവും. മുത്തുകുട 50, വർണ്ണക്കാവടി 30, ഉഴങ്കര പ്രഭാരം മുന്നി വേണം. അതാരി നിന്റെ അമ്മായിയപ്പൻ. എടാ പറങ്ങോട്ട് കാവിലെ കൊമ്പൻ, നെറ്റിപ്പെട്ടോ വെഞ്ചാമരോ മസ്റ്റ്. പിന്നെ താലപ്പൊലി ഏന്തിയ തരുണീമണികൾ. എല്ലാം കൂടി കൃഷ്ണപുരം കവല ഒരു പൂരപ്പറമ്പാക്കണം. അയ്യോ, മുതലാളി ഒന്നും മറന്നു. ഏത്? മുതലാളിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കതിരാവേടി. അതും മറന്നു. എഴുത് കതിന് 1001. നിതംബം കുലുങ്ങുമാർ. നിതംബല്ല, ദിഗന്ധങ്ങൾ. അതെ, ദിഗന്ധങ്ങൾ കുലുങ്ങുമാർ. അത് പൊട്ടണം. അത് കേട്ട് നാട്ടുകാർ ഞെട്ടണം. അത് പൊട്ടിയത്. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. സംഗതി ഏക്കണം. സംഗതി ഏറ്റ ഇന്ന് രാത്രി എല്ലാരും കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കും. കള്ളിന് കള്ള, ശാപ്പാടിന് ശാപ്പാടോ, അങ്ങനെ എല്ലാം. സുലൈമാൻ എന്തായി? എവരിതിങ് ഓക്കെ. മൊത്തം എത്ര കതിനെയാന്ന് പറഞ്ഞത്? 1001. ഒരാൾക്ക് 10 വെച്ച കണക്ക്. അങ്ങനെ മൊത്തം 100. ഓക്കെ. നീ എത്ര കുടിച്ചു? ഞാൻ 4, പന 2, തെങ്ങ് 2. കള്ളിന്റെ കാര്യമല്ല, ഇത് എത്ര കുടിച്ചെന്നാ ചോദിച്ചത്? 3.5. നിന്റെ അണ്ടാവിനൊന്നും പോരല്ലോ മോനെ. 10 കഥനക്ക് തികയണം. അതെ, മൊത്തം 1001 കഥനയല്ലേ? നമ്മൾ 100 × 10 1000, ബാക്കി 1 കഥന. കേറി പൊടി ഇവിടുന്ന്. സുലൈമാനെ, മറ്റേ സാധനം റെഡിയല്ലേ? ഓഡിയോ കാസ്റ്റ് അല്ലേ? അതിവന്റെ ഭദ്രമായിട്ടിരിക്കല്ലേ? എവരിതിങ് ഓക്കെ. അപ്പൊ നമുക്ക് അതെ, സംഭവം ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? അത് പിന്നെ കഥനയുടെ സൈസ് അനുസരിച്ചിരിക്കും. പോന്നോളൂ. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാര്, പുറം നാട്ടിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി കൃഷ്ണപുരം ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന കുമാരി സത്യഭാമ ഈ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ വമ്പിച്ച ഖരഘോഷത്തോടുകൂടി ആ പുണ്യവതിയെ സ്വീകരിച്ചാനയിക്കണമെന്ന് വിനയാനുജനായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. സ്വീകരണ ചടങ്ങിനെ കുറിച്ചുള്ള കാര്യപരിപാടികൾ വിശദീകരിക്കുവാൻ ഞാൻ ശ്രീമാൻ കൊപ്രാപുരയ്ക്കൽ കർണനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് നടക്കുന്ന സമൂഹ സദ്യയിൽ എല്ലാവരെയും എല്ലാ നാട്ടുകാരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മേളം മുഴങ്ങട്ടെ. സത്യഭാമേ, ശ്രീരാളിനെ വന്നതിൽ അച്ഛന്റെ സന്തോഷം. മോളെ 1001 കഥനെയാണ് പൊട്ടാൻ പോകുന്നത്. ചെയ്യരുട്ടോ. റെഡി, ഒഴിച്ചോളാം. കഥന പൊട്ടുന്നില്ല. എന്തോ സംഭവിച്ചു?
അവനെ മൂക്കൂട്ട് ഇക്ഷ വരപ്പിക്കും ഞാൻ. കഷ്ടത്തിന്റെ സായാണോ വർഷത്തിന്റെ സായാണോ? നാട്ടുകാരുടെ മുന്നേ എന്നെ മോളെ ഇക്ഷ വരപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ തീരുമെന്ന് ഞാൻ കരുതിയില്ല. നാട്ടുകാരുടെ ആ പാർത്ഥന്റെ മുന്നിൽ നിനക്ക് മോക്ക് ഒരു മതിപ്പ് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ചെയ്തതാ. നനഞ്ഞു ഇപ്പൊ നല്ല മതിപ്പായല്ലോ. അവളെ ഞാൻ സമാധാനിപ്പിക്കാം. മോളവിടെ തേങ്ങ തിന്നില്ല. അവള് മേളിലുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചു. മോളെ മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക. മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക്. അച്ഛൻ പറയുന്നത് ഒന്ന് കേക്ക് മോളെ. അച്ഛൻ പറയുന്നത് കേൾക്ക് മോളെ. മോക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പ്രായശ്ചിത്തം വേണേലും അച്ഛൻ ചെയ്യാം. മീശ പഠിക്കണോ? പഠിക്കാം. തല മൊട്ടയടിക്കണോ? പഠിക്കാം. തല മൊട്ടയടിച്ച് തലയിൽ ചന്ദ്രൻ തേച്ച് തീക്കുഴി നടക്കണം. വേണമെങ്കിൽ അതും ചെയ്യാം. മോളെ കാലം കുറേയായി ആ പാർത്ഥം കാരണം ഈ അച്ഛൻ അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് നാണക്കേടിനും ഒന്ന് പകരം വീട്ടാൻ നോക്കി പോയി. അതെ, പകരം വീട്ടാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റും അച്ഛനോട് പാർത്ഥേട്ടൻ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ പെങ്ങളുടെ മോനല്ലേ, പോരെങ്കിൽ എന്റെ മുറച്ചെറുക്കനും. മോളെ അവൻ മുറച്ചെറുക്കനല്ല, കുറുക്കനാ. കാലൻ കരിങ്കാലൻ. അച്ഛന്റെ ഉയരെടുക്കാൻ അവൻ കാലവാസം കൊണ്ട് നടക്കുക. അതെ, ദൈവങ്ങളെ തെറി പറഞ്ഞു നടന്നിരുന്ന അവനിപ്പോ ക്ഷേത്രഭരണം കിട്ടണം. പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രത്തിന്റെ താക്കോൽ അച്ഛന്റെ വസൂലാക്കി അതിനകത്തുള്ളത് മുഴുവൻ കട്ടുപൊടിക്കണം. എന്നിട്ട് ആ പഴി അച്ഛന്റെ തലയിൽ ചാരി എന്നെ അകത്താക്കണം. അത് അവന്റെ ലക്ഷ്യം. അതെ, ഇതൊന്നും അറിയാതെയാണ് മോൾ അച്ഛന് പഴി ചാരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ ഇന്ദിരാജി എന്ന പോലെ, സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ബേനസീർ എന്ന പോലെ അച്ഛന്റെ പിന്നിലെ ശക്തിയായി നിന്നെ നിർത്തി അവനോട് പകരം വീട്ടാമെന്ന് അച്ഛൻ കണക്കുകൂട്ടി. അതിനാ ഇതൊക്കെ ചെയ്തത്. വേണ്ട, എല്ലാം അവസാനിപ്പിച്ചേക്കാം. താക്കോൽ കൊടുത്ത് ഭരണം ഏൽപ്പിക്കാം. എല്ലാം കട്ടുമുടിക്കട്ടെ. എന്നിട്ട് പല്ല് കൊഴിഞ്ഞ സിംഹത്തെ പോലെ ഈ ഫൽഗുനൻ തമ്പി ഈ ചെറിയ വീട്ടിലെ ഏതെങ്കിലും ഒരു ഇടനാഴിയിൽ ജീവിതകാലം മുഴുവൻ ചുരുട്ട് കുടിക്കൊള്ള. കരുത്തി കരുതലില്ല.